ഹായ് ഫ്രണ്ട്സ്, ഫ്രീസ്റ്റൈൽസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഈസിയായി മയണീസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. വളരെ ഈസിയായി വീട്ടിലുണ്ടാക്കാൻ കഴിയുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ മയണീസ് എന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ ഫാസ്റ്റ് ഫുഡ് വാങ്ങിക്കുന്ന കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷവർമ, പിന്നെ അൽഫാം, കൂടാതെ കുബൂസിനും കൂടെ നന്നായി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് മയണീസ്. അപ്പം ഇന്ന് നമ്മൾ മയണീസ് വളരെ ഈസിയായി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് കാണുന്നവരിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണും എനാബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ മയണൈസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വീട്ടിൽ വളരെ ഈസിയായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് മയണൈസ്. അപ്പോൾ ഇതിനായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 3 മുട്ട, അര പുളി നാരങ്ങ, ഒരു 8-10 അല്ലി വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, നമ്മുടെ സ്വാദിനനുസരിച്ചിട്ടുള്ള ഉപ്പ്, പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ്. ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ ജാർ എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ മിക്സ് ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആ മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേറെ വേറെ തരംതിരിച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മുട്ടയുടെ വെള്ള മാത്രം ഒഴിക്കാം. മുട്ടയുടെ മഞ്ഞ മാറ്റി വയ്ക്കണം. ഇപ്പം ഞാനൊരു ചെറിയ പാത്രത്തിൽ മുട്ട എല്ലാം കൂടി പൊട്ടിച്ച് ഒരുമിച്ച് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് മുട്ടയുടെ മഞ്ഞ വേറെ തന്നെ തരംതിരിച്ച് നമ്മുടെ കൈ കൊണ്ട് തന്നെ തരംതിരിച്ചിടാവുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് മുട്ടയുടെ മഞ്ഞ മാത്രം തരംതിരിച്ച് ഇതുപോലെ നമ്മളെ കൈ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഒരു 8-10 എണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ ഞാനിപ്പോൾ ഒരു 9 എണ്ണം ഇട്ടിട്ടുണ്ട്. 9 വെളുത്തുള്ളി, ഒരു വലിയ പുളിനാരങ്ങയുടെ പകുതിയാണ്. അപ്പോൾ ഇതിൻ്റെ പുളിനാരങ്ങ നീര് കുരു നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. നമുക്ക് ഇതിൽ എന്തായാലും ഒരു അര ഗ്ലാസ് 3/4 ഗ്ലാസോളം ഓയിലിൻ്റെ ആവശ്യം ഉണ്ടാകും. മയണീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഓയിൽ ചേർത്താൽ മാത്രമേ നല്ല കട്ടിയോടെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയിൽ ഒന്നുകൂടി നന്നായി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മയണീസ് ഏകദേശം 1/2 ഗ്ലാസ് ഒഴിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമുക്കൊരു 1/4 ഗ്ലാസ് കൂടി ഓയിൽ ഒഴിച്ച് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലൊരു 1/4 ഗ്ലാസ് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടി നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മയണീസ് അടിച്ചെടുത്തിട്ടുണ്ട്. ആഹാ, റെഡി ആയിട്ടുണ്ട് നമ്മുടെ മയണീസ്. നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലത്തെ നല്ല തിക്കായിട്ടുള്ള മയണീസ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിന് ഏകദേശം 1 ഗ്ലാസോളം തന്നെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിലിൻ്റെ കൺസിസ്റ്റൻസി കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ മയണീസിൻ്റെ കട്ടിയും കുറച്ച് കൂടി വരും. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കുക, ഇത് മറക്കണ്ട. അപ്പോൾ നമ്മുടെ ടേസ്റ്റി മയണീസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ക്രീമി ടെക്സ്ചറിലുള്ള മയണീസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയിൽ 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ മിക്സിയിൽ അടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇതെല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.